നമ്മുടെ വിളിയാണോ വലുത്, നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തമാണോ വലുത്? നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണം. വാഗ്ദത്തം ഇപ്പം പുറപ്പെട്ടു വരും. വിളി നാം ജനിക്കുന്നതിന് മുമ്പ് അങ്ങ് സെറ്റ് ചെയ്തിട്ടേക്കും. അതാണ് ലോകസ്ഥാപനത്തിന് മുമ്പാണ് നമ്മുടെ വിളി. നാം കേട്ട സകല വാഗ്ദത്തങ്ങളും നമ്മുടെ വിളിക്കനുസൃതമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വിളിക്കനുസൃതമായിട്ടല്ലാത്ത ഒരു വാഗ്ദത്തവും നിങ്ങൾ കേട്ടിട്ടില്ല. വിളിയെ ഉറപ്പിക്കുന്ന, ഉറച്ചെഴുന്നേറ്റ് പോകുന്ന ചിലതെന്ന് ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. കുഴഞ്ഞു പോയത്, എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയത്, എവിടെയോ ഇനി എഴുന്നേൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, എവിടെയൊക്കെ ജീവിതത്തിൽ പാളിച്ച സംഭവിച്ചപ്പോൾ ഇനി ഒരു അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ എന്ന് നിനക്ക് തോന്നിയത്, ആരോ നിന്നെ വിരൽ ചൂണ്ടി പറഞ്ഞു നീ ഇനി എഴുന്നേക്കത്തില്ലെന്ന്. എന്നാൽ അപ്പൻ പറയുന്നു, എന്റെ വിളിയെ നിനക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ, എന്റെ വിളിയിൽ നിനക്കൊന്ന് ഉറയ്ക്കാൻ പറ്റുമെങ്കിൽ, നീ എവിടെ കിടന്നാലും അവിടെ നിന്ന് നിന്നെ പൊക്കി നിന്റെ വിളിയിലേക്ക് കൊണ്ട് എത്തുന്നവൻ ഞാൻ എൽ ഷദായ്. ആരാ ഇന്ന് രാത്രിയിൽ നമ്മുടെ വിളിയുണ്ടെന്ന് നിശ്ചയിക്കുന്നത്? ആരാണ് വിളിച്ച ദൈവത്തെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്? ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നിന്റെ വിളി മാറ്റത്തില്ല, നിന്റെ വിളി തമ്പുരാൻ മാറ്റത്തില്ല. ഇന്നത്തെ സാഹചര്യം നോക്കി നിന്റെ വിളി മാറ്റത്തില്ല തമ്പുരാൻ. എവിടെയൊക്കെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നാം കാത്തിരുന്നു, സംഭവിക്കാതായപ്പോ ഇനി ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, വാഗ്ദത്തം വരും, അതവിടെ നിൽക്കട്ടെ. ആദ്യം വിളിയിൽ ഉറയ്ക്ക്, ബാക്കി പുറകെ വരും, സകലതും വരും. ഉഴച്ചലകളെ മാറ്റുന്നുണ്ടല്ലോ, ചിലരുടെ കൺഫ്യൂഷനുകളെ മാറ്റുന്നുണ്ടല്ലോ, ധൈര്യത്തെ കർത്താവ് പകരുന്നുണ്ടല്ലോ. ഇനിയും സാധ്യതകൾ ഉണ്ടെന്ന് ദൈവം സംസാരിക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് ചിലർ ജീവിതങ്ങളെ ഹല്ലേലൂയ കുപ്പയിൽ നിന്ന് പൊക്കിയെടുത്ത് നിയോഗങ്ങളിലേക്ക് കർത്താവ് ഇതിനകത്ത് കയറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണം.